ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപിതാവ് ട്രെയിനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു കാലിൽ നിന്നും ഷൂ നിലത്തേക്ക് അഴിഞ്ഞു വീണു. ഉടനെ അദ്ദേഹം അടുത്ത കാലിലെ ഷൂ കൂടി നിലത്തേക്ക് ഊരിയിട്ടു. യാത്രക്കാരിൽ ഒരാൾ ഇത് കണ്ടപ്പോൾ അതിശയത്തോടെ ചോദിച്ചു, "അല്ല മഹാത്മജി, അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്?" അപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ഒരു ഷൂ കൊണ്ട് എനിക്കൊന്നും ചെയ്യാനാവില്ല. നിലത്ത് വീണുപോയ ഷൂ മറ്റൊരാൾക്ക് ലഭിച്ചാൽ അയാൾക്കും പ്രത്യേകിച്ചൊരു ഗുണവും അതുകൊണ്ടില്ല. നിലത്ത് പോയ ഷൂ ഇറങ്ങിയെടുക്കാനും എനിക്ക് സാധ്യമല്ല. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് അടുത്ത ഷൂ കൂടി ഞാൻ നിലത്തേക്ക് അഴിച്ചിട്ടത്" എന്ന് ആ വിശാല മനസ്സുള്ള വലിയ മനുഷ്യൻ പറയുകയാണ്. ഇത് നമുക്ക് വലിയൊരു മെസ്സേജാണ്. എപ്പോഴും നമ്മുടെ സങ്കടം ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്നതാവാം. നമ്മുടെ നഷ്ടം പലരുടെയും ഒന്നിലധികം ആളുകളുടെ ലാഭമായിരിക്കും എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ രോഗിയായാൽ മരുന്ന് കമ്പനിക്കാർക്ക് ലാഭമാണ്, ഹോസ്പിറ്റലുകാർക്ക് ലാഭമാണ്, ഡോക്ടേഴ്സിന് ലാഭമാണ്. എൻ്റെ വാഹനം കംപ്ലൈൻറ്റ് വന്നാൽ സ്പെയർ പാർട്സ് കച്ചവടക്കാർക്ക് ലാഭമാണ്, വർക്ക്ഷോപ്പുകാർക്ക് ലാഭമാണ്. ഇങ്ങനെ അനവധി പേർ എൻ്റെ നഷ്ടം കൊണ്ട് സന്തോഷിക്കുന്നു എന്ന ചിന്തയിൽ ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായി എടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ വേദന സംഹാരികളായി മാറും.